ഹായ് ഹലോ നമസ്കാരം. അതെ, സിനിമയിൽ നമ്മളെ കുറച്ച് ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയൊക്കെ ചെയ്ത കുറച്ച് താരങ്ങളെ പരിചയപ്പെടാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഈ താരങ്ങളോടൊപ്പം നമുക്ക് കുറച്ചൊന്ന് സ്പെൻഡ് ചെയ്താലോ, അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞാലോ. പിന്നെ ഒരു കാര്യം, ഈ താരങ്ങളൊക്കെ മനുഷ്യരല്ലെന്ന് മാത്രം, കുറച്ച് നായ്ക്കളാണ്. എന്താ വ്യത്യസ്തമായിട്ട് തോന്നില്ലേ? എങ്കിൽ നമുക്ക് പോകാം. Yes, goodbye. Yes, good job. Gajam. അപ്പൊ നമ്മുടെ വില്ലൻ അരീക്കയ്ക്ക് ഇതാണ്ടേ ആള് സ്മെല്ലൊക്കെ ചെയ്ത ഒരു ബോൾ ആളുടെ കയ്യിലുണ്ട്. ഈ ബോൾ കൊണ്ടുവന്ന് നമ്മൾ ഹൈഡ് ചെയ്യാൻ പോവാണ്. അവനത് കണ്ടുപിടിക്കോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. രണ്ട് കൈ ഫ്രണ്ടിലോട്ട്. സ്മെൽ. സെർച്ച്. അടിപൊളി. കൃത്യമായിട്ടാണ് അത് എടുത്തോണ്ട് വരുന്നത്. ഞാനിവിടെ വളരെ ലൈവായിട്ടാണ് ഇത് കണ്ടോണ്ടിരിക്കുന്നത്. എന്തായാലും അടിപൊളി. Get up. Down. Gajam. Simba. സ്വഭാവത്തിൽ പാവം എന്നാണ് ഇവനെ പറ്റി പറയുന്നത്. എന്റെ പേരെന്താണ്? സിംബായാണ്. അപ്പം കാഴ്ചയിൽ ഭീകരനാണ്, സ്വഭാവത്തിൽ പാവം എന്നൊക്കെയാണ് പറയുന്നത്. ഇച്ചിരി പരിങ്ങാണ് ഞാൻ നിൽക്കുന്നത്. എന്തായാലും ആള് വളരെ ക്യൂട്ടായിട്ടുണ്ട്. ആള് ഏതൊക്കെ സിനിമ ഇപ്പൊ ഒരു സീരിയലുണ്ടല്ലേ, മഞ്ഞ് വിരിഞ്ഞ പൂവിന്റെ സീരിയലുണ്ട്. പിന്നെ ഇപ്പം നമ്മുടെ ഇപ്പൊ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന അന്വേഷിപ്പിങ് കണ്ടെത്തുന്ന ടോവിനോയുടെ ഫിലിമാണ്. അതിൽ നമ്മുടെ ഡോഗ് സ്ക്വാഡായിട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ സിംബയാണ്. ഓക്കെ. അപ്പൊ ഞാൻ ഇവനെ കൊണ്ടൊന്ന് കുറപ്പിക്കാൻ നോക്കുകയാണ്. സിംബ സ്പീക്ക്. ഇല്ല സിംബ. സിംബ. ഗുഡ് ബൈ. സ്പീക്ക്. ഗുഡ് ബൈ സ്പീക്ക്. അടുത്ത നമ്മളൊരു ഹീറോയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇപ്പം നായികമാരോടൊപ്പമാണ് ആശാന്റെ അഭിനയമൊക്കെ. ഏകദേശം 54 ദിവസത്തോളം നിത്യമേനോന്റെ കൂടെയൊക്കെയാണ് അഭിനയിച്ച് തകർത്തിരിക്കുന്നത്. മാസ്റ്റർ പീസിൽ കൊക്കോ എന്ന ക്യാരക്ടറാണ് ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന ചിത്രങ്ങളുണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു ഹീറോയെ ഒന്ന് പരിചയപ്പെടാം. Stay. Good boy. Stay. ജോയാണ് ഈ നായികമാരോടൊപ്പം അടിപൊളിയായിട്ട് തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതും അഭിനയിച്ച് കഴിഞ്ഞ മാസ്റ്റർ പീസിലൊക്കെ കൊക്കോ എന്ന് പറയുന്ന ക്യാരക്ടർ, അതുപോലെ തന്നെ രുദ്രത്തിൽ, അങ്ങനെ കുറേ അഭിനയിച്ച് തകർത്ത ഒരു ക്യൂട്ട് കഥാപാത്രമാണ് നമ്മുടെ ജോ. മിക്കവാറും നമ്മുടെ മലയാള സിനിമയിലെ നായികമാരോടൊപ്പമാണ് ആളിൻ്റെ കറക്കം. ഏകദേശം 50-54 ദിവസമൊക്കെയാണ് ഷൂട്ടിംഗ് ഷെഡ്യൂൾ തന്നിരിക്കുന്നത്. ആൾ വളരെ ക്യൂട്ടാണ്. ഞാനിവിടെ വന്നതിൽ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയതും ഞാൻ ജസ്റ്റ് ഒന്ന് അടുത്ത് നിൽക്കുന്നതും ഇവൻ്റെ അടുത്ത് തന്നെയാണ്. എന്തായാലും ഇവിടെ കുറേ നായകന്മാരെയും വില്ലനെയൊക്കെ കാണാനും പരിചയപ്പെടാനും ഒക്കെ സാധിച്ചു. കുറച്ച് നേരം അവരോടൊപ്പം സ്പെൻഡും ചെയ്ത് അല്പസ്വല്പം പേടി, അല്പസ്വല്പം അല്ല കുറച്ചധികം ഭയം തന്നെ എനിക്കുണ്ടായിരുന്നു. ആദ്യത്തെ വില്ലനൊക്കെ വന്നപ്പോഴും അർജുനും അങ്ങനെ കുറേ ആൾക്കാരൊക്കെ വന്നപ്പോൾ എനിക്ക് അടുത്ത് പോകാൻ ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ കുറച്ച് നേരം ഇവിടെ ഇരുന്നപ്പം അവരോടൊപ്പം ചിലവഴിക്കാനൊക്കെ എനിക്ക് വലിയ ഭയമൊന്നും തോന്നിയില്ല. അവരോടൊപ്പം ഉള്ളത് നല്ല നിമിഷങ്ങളായിരുന്നു. കാരണം മനുഷ്യനോട് ഏറ്റവും ഇണങ്ങുന്നതാണ് നായ്ക്കൾ എന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന എന്തും അതുപോലെ കേൾക്കുകയും അനുസരിക്കുകയും നമ്മളോട് ഒരുപാട് കൂറും ഒക്കെ പുലർത്തുന്ന ഒരു മൃഗം തന്നെയാണ് നായ. ആ ട്രെയിനർ പറയുന്നതിനനുസരിച്ച് ചെയ്യുന്ന ആക്ടിവിറ്റികളൊക്കെ ഭയങ്കര കൗതുകമായിട്ട് തോന്നി. വളരെ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കാൻ തോന്നി. കാരണം എപ്പോഴും നമ്മൾ വീഡിയോസിലും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന കാര്യമാണ് നായ്ക്കളുടെ വൈറൽ വീഡിയോസൊക്കെ നമ്മളെപ്പോഴും കാണുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ക്യൂട്ടായിട്ട് തോന്നി. അപ്പോൾ നിങ്ങളും വാച്ച് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല സ്റ്റോറീസുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. ക്യാമറമാൻ അരവിന്ദ് ലെന്നോടൊപ്പം രഞ്ജിനി, കേരള കൗമുദി.